ഈ മഞ്ഞ അണ്ടർസ്കേർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ലക്ഷ്മി പ്രിയയും ബിജുക്കുട്ടന്റെ മഞ്ഞ അണ്ടർസ്കേർട്ടും. അല്ല, ഇപ്പോൾ ലക്ഷ്മി ചേച്ചി മാത്രമല്ല, ഇപ്പം എല്ലാ ഹീറോയിൻസും അവർക്കിപ്പോൾ ഒരു ഫിലിം കമ്മിറ്റ് ചെയ്യുമ്പം ഡയറക്ടേഴ്സ് അവരുടെ സ്റ്റോറി അനുസരിച്ചല്ലേ ഇപ്പം എന്തുമാത്രം നല്ല നല്ല ഹീറോയിൻസ് അങ്ങനത്തെ റോൾസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഇപ്പം ചേച്ചിക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ അത് നമുക്ക് ചെയ്യേണ്ടി വരുന്നു. അത് ആരും അങ്ങനെ ചീത്തയായിട്ട് കാണുന്നില്ല. കാരണം എല്ലാവർക്കും അതൊരു റോളാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എന്നോട് അടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാർ എന്തൊരു വളരെ വൃത്തികെട്ട വേഷമാണ് അഭിനയിച്ചത് ലക്ഷ്മി എന്ന് എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാനൊരു സെലിബ്രിറ്റി എന്നുള്ളൊരു ഇമേജിൽ മാത്രം നല്ല അങ്ങനെ നടക്കാത്തൊരാളാണ് ഞാൻ. ചിലപ്പം സൂപ്പർ മാർക്കറ്റിൽ പോവും, ഫിഷ് മാർക്കറ്റിൽ പോവും, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ പബ്ലിക്സിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും വളരെ അധികം മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അവരെന്നെ ഒരു മോശമായിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൂടെ മാത്രമാണ് നമ്മളെ ജനങ്ങൾക്ക് അറിയുന്നത്. അപ്പം അവർക്കൊരു തെറ്റിദ്ധാരണയ്ക്ക് നമ്മൾ ചിലപ്പോഴെങ്കിലും ഇത്തരം കഥാപാത്രങ്ങളിലൂടെ ഇട കൊടുക്കാറുണ്ട്. അതെന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ പോട്ടെ. പിന്നെ നമുക്ക് വേറെ കാര്യം ചോദിച്ചോട്ടെ, ഒരു പാട്ട് പാടാമോ? ഹസ്ബൻഡ് നന്നായിട്ട് പാട്ട് പാടും. ഹസ്ബൻഡ് നന്നായിട്ട് പാടും. ലക്ഷ്മി പ്രിയ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് മുന്നോട്ട് പോയല്ലോ. ഈ ഷോ ആദ്യം തന്നെ കൊളാക്കണം എന്നുണ്ട്. ഒന്നല്ല, ചുമ്മാ ഒരു തമാശക്ക് ഒരു പാട്ട്. ശരി. ഈ കാർന്നമാര് പറയുന്ന ഒരു സംഭവമുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം, അല്ലേ? ആണോ? അതുകൊണ്ടായിരിക്കാം പാട്ട് പാടിയത്, ജയേഷ് പാടുന്നതിന്റെ പേരിൽ, അല്ലേ? ജയേഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ഏട്ടൻ എനിക്ക് പാട്ട് പാടിത്തരുന്ന. ജയേഷ് ആദ്യമായിട്ട് ലക്ഷ്മി പ്രിയയുടെ കാതിൽ പാടിയ ഗാനം ഏതാണ്? ആദ്യത്തെ കൺമണി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. ആദ്യത്തെ അതല്ല, അതാണ് ആദ്യം അകലെ അകലെ നീലാകാശം. അതാ പാടി. അതിന്റെ ഹമ്മിങ് ഒക്കെ ഇല്ലേ, അത് ഫോണിലൂടെയാണ് എനിക്ക് പാടിത്തരുന്നത് ആദ്യമായിട്ട്. അതാണ് ആദ്യം പാടിത്തരുന്ന പാട്ട്. അതിലാണോ വീണത്? ആ ഹമ്മിങ്ങിലാണോ? അങ്ങനെയല്ല, ഹമ്മിങ്ങിലല്ല. പാട്ട് കേട്ടപ്പോ കൊള്ളാലോ, ആള് തരക്കേടില്ലല്ലോ എന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ ആ അകലെ എന്ന് പറഞ്ഞ അമ്മിങ് ദൂരെ ഇരുന്നിട്ട് ജയേഷ് ചേട്ടൻ അകലെ എന്ന് പറഞ്ഞ് പാടിയപ്പോൾ അടുത്തേക്ക് ഓടിയെത്താനായിട്ട് തോന്നി? ഏയ്, അപ്പൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എപ്പോഴാ തോന്നിയത്? അതിനും വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്, ഏട്ടനെ കണ്ടത്. ആ സമയത്തും എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അപ്പച്ചി ഒക്കെ മരിച്ച ഒരു സമയമായിരുന്നു. അപ്പം എൻ്റെ അച്ഛനും അമ്മയും അടുത്തുണ്ടായിരുന്നില്ല. ഞാൻ ഒരുമാതിരി ഒറ്റപ്പെട്ട് ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ഒരവസ്ഥയിലാണ് ഞാൻ ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഭയങ്കര കെയറിങ് ഒക്കെയാണ്. ഏട്ടൻ വളരെ നന്നായിട്ട് നോക്കുക, വർത്താനം പറയുക, ചിരിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പല്ലേ? ഇപ്പം അതിനുശേഷം ഇത്യാദി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏട്ടൻ എന്ന് പറഞ്ഞൊരാളില്ലെങ്കിൽ ഞാനിപ്പോ ഈ ഒരു ചെയറിൽ പോലും ഇരിക്കില്ല. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വന്നത്. അല്ല, സാധാരണ എല്ലാവരും ഈ ഏറ്റവും നല്ല സ്വഭാവം കാണുന്നത് കല്യാണത്തിന് തൊട്ട് പ്രേമിച്ച് നടക്കുമ്പോഴാണ്. ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഏറ്റവും നല്ല ഭാവങ്ങളും ഏറ്റവും നല്ല സ്വഭാവവും കാണുന്നത് ആ കാലഘട്ടങ്ങളിലാണ്. ഏറ്റവും മിസ്റ്റർ ക്ലീനും പിന്നെന്താ പറയാ മിസ് ക്ലീനും ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതെല്ലാം കെട്ടിക്കഴിഞ്ഞൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ കഴിയുമ്പോ തനി കൂതറ സ്വഭാവം എപ്പോഴും പുറത്തു. ഈ പണ്ടാരത്തിനെ എനിക്ക് തന്നെ കിട്ടിയല്ലോ ഈശ്വര, പിടിച്ച കാട്ടിക്കൊണ്ട് തന്നെ വിട്ടാ മതി എന്നൊക്കെ ഏട്ടന് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ദേഹോപദ്രവിപ്പിച്ചിട്ടാണോ? ഞാന് ആ ഒരു എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടോ? ഞാനോ? നന്നായുണ്ട്. പിന്നെ എനിക്ക് ജീവിക്കണ്ടേ? ഇല്ല, എനിക്ക് ഒരു വളരെ ചെറിയ പ്രായത്തിലാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. നമ്മൾ മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാ പെരുമാറേണ്ടത്? ഹസ്ബൻഡിന്റെ അച്ഛനാണ്, ഹസ്ബൻഡിന്റെ അമ്മയാണ്, അവനവന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ വളർന്നിട്ടില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രായത്തിന്റെ. ഇപ്പൊ ഒക്കെ മാറിയെന്നാണ് വിശ്വാസം. ഇപ്പൊ ഓരോ മണ്ടത്തരം കാണിച്ചിട്ടാണ് ഞെട്ടിക്കുന്നത്. കണി കാണാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? ശ്രീ പത്മനാഭസ്വാമി. എപ്പോഴും കണി കാണുന്നത് പത്മനാഭസ്വാമി വിഗ്രഹം ആണോ? അല്ലെങ്കിൽ വിഗ്രഹമല്ല, സ്വാമിയുടെ വലിയൊരു ഫോട്ടോ അമ്പലത്തിൽ നിന്ന് തന്നെ പൂജിച്ച് വാങ്ങിയിട്ടുണ്ട്. കണ്ണ് വന്ന് വായും മുഖമൊക്കെ കണ്ണ് അടച്ചിട്ട് തന്നെ കഴുകിയിട്ട് വരും. ഹാളിലാണ് ആ ഫോട്ടോ വെച്ചിരിക്കുന്നത്. വന്നിട്ട് അത് നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത്.
ഷൂട്ടിങ്ങിന് പോവാണെങ്കിലും ചെറിയൊരു ഫോട്ടോ സ്വാമിയുടെ കൊണ്ടുപോയി കേട്ടോ. ടോട്ടലി എവിടെ ഒരു 15 പൈസയുടെ കുറവില്ലേ? ഉണ്ടോ? ഉണ്ട്, ഉണ്ടാവും ചിലപ്പോ. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലല്ലേ. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ടെന്ന്. ഒരു 15 പൈസ 15 ആക്കി. സാധാരണ എല്ലാരും 50 പൈസ കുറവെന്നാണ് പറയുന്നത്. അല്ല, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞല്ലോ പ്രേമഭാവം വരുന്നു. ജീവിതത്തിൽ ആദ്യത്തെ ആളാണോ അതോ ആദ്യത്തേതല്ല, രണ്ടാമത്തെ. ഭാഗ്യദേവതയില് ശരിക്കും ഒരു വായി നോക്കിയുടെ ഒരു റോളായിരുന്നല്ലോ, അത് തന്നെയാണോ ജീവിതത്തിൽ സംഭവിച്ചേക്കുന്നത്? അല്ല, ജീവിതത്തില് ഞാൻ രണ്ടാമത് പ്രേമിക്കുന്ന ആളാണ് ജയശേട്ടൻ. ആദ്യത്തെ ആളോ? അതെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടാമത്തെ അങ്ങനെയാണോ? ഇല്ല, രണ്ടുപേരെ ആകെ പ്രേമിച്ചിട്ടുള്ളൂ. രണ്ടാമത് പ്രേമിച്ച ആളിനെ കല്യാണം കഴിച്ചു. ആദ്യത്തെ ആളിനെ ഒരു ദിവസം വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല, അതോടുകൂടി അപ്പൊ ഇനിയിപ്പോ വിവാഹം കഴിച്ചാലോ ഒരു പ്രാവശ്യം വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോകും? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ചിലപ്പോ ഈ പറഞ്ഞ സ്ഥിതിക്ക് അതും വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല, അതൊരു 10-12 വയസ്സുള്ളപ്പോഴുള്ള കാര്യമാണ്. അപ്പൊ ആള് തന്റെ ഇടയെന്ന് പറയുന്ന സത്യം. തന്റെ ഇട അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിഷേധിയാണെന്നും പറഞ്ഞിട്ടില്ല. അഹങ്കാരിയാണെന്ന് പറയുന്നുണ്ട്. അത് ഒന്നും അല്ലാന്ന് ഞാൻ ഇതുവരെ ഇപ്പോഴുണ്ടോ? വായ്നോട്ടില്ല. അതെന്തുകൊണ്ട്? നമുക്ക് വായി നോക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും കാണില്ല, അതുകൊണ്ട് അതെന്താ? അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ബാക്കിന്ന് വോയിസ്, അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇല്ല, നമ്മൾക്ക് ഓരോരുത്തരും ഓരോരോ പ്രായം ഉണ്ടാവല്ലോ. നമ്മൾ തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ പാമ്പിനെ പിടിച്ചിട്ടുണ്ടാവും, അടുപ്പില് കൈയിട്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ചും കൂടി മുതിരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ല. ഓരോ വയസ്സാകുമ്പോഴത്തേനും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ ഈ വായ്നോട്ടം എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കും പോലെയാണോ? അതെ, ഒരർത്ഥത്തിൽ അങ്ങനെയല്ലേ. ഫിലിമിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ഗ്രേഡ് തിരിച്ച ആൾക്കാരെ കാണുന്നത് എനിക്കിഷ്ടല്ല. ഇന്നത്തെ സമൂഹത്തിലും നമ്മ ജനിച്ച കാലം തുടങ്ങി ഉള്ള ഒരു കാര്യം. ആ ഒരു കാര്യത്തിനോട് ഇപ്പോഴും എനിക്ക് എതിർപ്പാണ്. എത്ര കാലം തൊട്ട് ഒരു ശരി എന്ന് പറയുന്നത് ആൾക്കാരെ കണ്ണിലാണ്, തെറ്റെന്ന് നമ്മ ഒരാൾ വിചാരിച്ചോണ്ട് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല. ഇപ്പൊ കുട്ടി പറ്റില്ല. അപ്പൊ പിന്നെ അത് സംസാരിച്ചിട്ട് കാര്യമില്ല. പൊതുവെ സിനിമാക്കാരെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവർക്കും ഭയങ്കര ജാടയെന്നാണ്. ഇപ്പൊ മമ്മൂട്ടി ഒരു ഇത് പറഞ്ഞായിരുന്നു, എന്താണ്, ഞാൻ മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്നില്ല, കൈ കാണിക്കുന്നില്ല, അതാണ് വെച്ചാൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ അങ്ങനെ ചിരിക്കും എന്നുള്ളൊരു ധാരണ. പക്ഷെ നമ്മ ചിരിച്ചാൽ പോലും നമ്മളോട് ചിരിക്കാത്ത പല ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന അഹങ്കാരികളും ഉണ്ട് ഇതില്, ഇല്ലെന്ന് നിഷേധിക്കരുത്. ഇതിൽ അഹങ്കാരികളുണ്ട്. അങ്ങനെയല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, പലരുടെയും മാനസികാവസ്ഥ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലൊക്കേഷനിലേക്ക് ചെന്നിറങ്ങുമ്പോൾ അതുവരെ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്ക് വന്നൊരു ഫോൺ കോള്. ആ കോള് ചിലപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഭാര്യയായിട്ട് ഉടക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്ന വഴിയായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള ഏതെങ്കിലും ആരെങ്കിലുമായിട്ട് എക്സോർവായി അവരായിട്ട് നമ്മൾ ഫോൺ കട്ട് ചെയ്ത് ചിലപ്പോൾ ഇറങ്ങുന്നതായിരിക്കാം. ആ ഇറങ്ങുന്ന വഴി അവിടെ നിൽക്കുന്നവർ പലത് ഹലോ ചേട്ടാ എന്തേ എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ പോവുള്ളൂ. അത് നമ്മളുടെ ഒരു മാനസികാവസ്ഥയാണ് ഓരോരുത്തരും ഓരോ വ്യക്തിക്ക്. ചില സമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ചില നല്ല ഗുഡ് ന്യൂസൊക്കെ കേട്ട് ഇരിക്കുന്ന ആ ഒരു സംഭവത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ എല്ലാവരുടെ അടുത്ത് വളരെ കാഷ്വലായിട്ട് സംസാരിക്കും. ഇനി ഞാൻ സംസാരിച്ചോട്ടെ. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ജാടയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതൊരിക്കലും അംഗീകരിക്കില്ല. ഞാൻ സിനിമയെ തന്നെ അഭിനയിക്കാത്ത ഒരു കാലത്ത്, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ലോഞ്ചിങ്ങിനാണ് ഞാൻ മമ്മൂക്കയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പം ജയശേട്ടൻ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മമ്മൂക്ക സ്റ്റേജിൻ്റെ ബാക്കിലിരിക്കുകയാണ്. അപ്പം ഏട്ടൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വൈഫിനെ താങ്കളെ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനെന്താ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോൾ എണീറ്റ് നിന്നിട്ട്, ഞാനൊന്നുമല്ല, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്ന മമ്മൂക്കയാണ് എൻ്റെ മനസ്സിലുള്ള മമ്മൂക്ക. അദ്ദേഹത്തിന് എത്ര ജാടയാണ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ചെന്ന് മേ ബി ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു സ്ത്രീയെ ബഹുമാനിച്ചു. എനിക്ക് എൻ്റെ മനസ്സിൽ ആ ഒരു സംഭവം ഒരിക്കലും മാറില്ല. അതുകൊണ്ട് ആരെൻ്റെ അടുത്ത് മമ്മൂക്കയ്ക്ക് ജാടയാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല. ഇപ്പം ഇക്ക നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മാനസികാവസ്ഥയാണ്. ഇപ്പൊ ലക്ഷ്മിപ്രിയ ആരെ നോക്കിയിട്ട് ചിരിച്ചിട്ടില്ല, ആരോടും ഹായ് പറഞ്ഞില്ല എന്നൊന്നും ആരും പറയാറില്ല. അപ്പം ചില ദിവസങ്ങളിൽ എനിക്കും ചിലപ്പോൾ ആരോടും മിണ്ടാൻ ഇഷ്ടമുണ്ടാവില്ല. നമ്മുടെ മൂടല്ലേ. TV പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ലക്ഷ്മി സംസാരിക്കുന്നത് കാണുമ്പോൾ ഇത്
ഒരു ഇങ്ങനെ 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 എന്തെങ്കിലും ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്നൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? TV പ്രോഗ്രാംസ് കണ്ടിട്ട് ആരും പറഞ്ഞിട്ടില്ല. അല്ലാത്ത കുറെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, 10 പൈസ കുറവാണല്ലേ, നിങ്ങൾ പറയല്ലോ 50 പൈസ കുറവാണെന്നാണ് സാധാരണ ചോദിക്കാറ്, നിങ്ങൾ 35 പൈസ കൂടെ കൂട്ടി, അതിലെനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു. ഭർത്താവിന്റെ ഏത് ഗുണമാണ് ഇഷ്ടപ്പെടാത്തത്? പെട്ടെന്ന് ദേഷ്യം വരും. ആർക്കാ ദേഷ്യം വരാത്തത്? പെട്ടെന്ന് ദേഷ്യം വരും, അതെനിക്ക് ഇഷ്ടമല്ല. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മളുടെയൊക്കെ ഒരു അഭിപ്രായത്തില് ജയേഷനൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലക അത് ഏറ്റവും വലിയ ഓരോ വർഷവും നെല്ലിപ്പലക ഒരു അവാർഡ് നമ്മൾ എല്ലാവരും കൊടുക്കണ്ടേ? എല്ലാ വർഷവും ഏട്ടന് നെല്ലിപ്പലക പുരസ്കാരം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറയുന്നത് എന്നെ കെട്ടിയതാണ് ജയേഷിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് പറയുന്നത്. എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാം, എനിക്ക് നന്നായിട്ട് വീട് നോക്കാനറിയാം. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ഭാര്യനെ അല്ലേ ഒരാൾക്ക് കിട്ടേണ്ടത്. പിന്നെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ കയ്യിലുണ്ട്, ക്ഷമിക്കാവുന്നതല്ലേ. നമ്മളുടെ ഫ്രണ്ട്സ്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളില്ലേ, ജയേഷിന്റെ ഫ്രണ്ട്സ് അല്ലേ പറയുന്നത്, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലേ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് പറയൂലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം ഇവിടെ എന്ന് പറയും. അതും പറയാറുണ്ട്. അത് അങ്ങനെ പറയുന്നതാണ് അതിന്റെ മുമ്പില്. അത് ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതല്ല. നീ ഇതിനെ കെട്ടിയതുണ്ടല്ലോ, നിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്, ആ ഭാഗ്യത്തിന് രണ്ടുമൂന്ന് എന്റെ ഭാഗ്യടാ നന്നായുള്ളൂടാ എന്ന് പറയുന്നതിന് അത്ര ഭാഗ്യം. ഈ ഷോയിലേക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് ചോദിച്ചോ. അതാണ് എനിക്കറിയാമല്ലേ, അങ്ങനെ പറയുള്ളൂ. അത്രയ്ക്ക് മോശം അങ്ങനെ അതല്ലാണ്ട് ചിന്തിക്കുന്ന ഫ്രണ്ട്സ് എനിക്ക് തോന്നല്ല.